ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജസിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാറുണ്ട്. സോ നമ്മൾ ആ ഇമേജ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ കോണ്ടൻറ്റ് റിമൂവ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എങ്ങനെ കോപ്പിറൈറ്റ് വരാത്ത കോപ്പിറൈറ്റ് ഇഷ്യൂ വരാത്ത ഇമേജസ് ഡൗൺലോഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഏത് ഇമേജാണോ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ലയണാണ് സെർച്ച് ചെയ്യണത്, ലയൺ. അതിനുശേഷം നമ്മൾ ഇമേജിലേക്ക് പോവുക. സോ നമുക്ക് ഇമേജാണ് ആവശ്യം. സോ ഇമേജ് സെലക്ട് ചെയ്യാം. സോ ഇമേജിൽ ഒരുപാട് ഇമേജസ് കിട്ടും, ബട്ട് ഇതെല്ലാം ഫ്രീ ഇമേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഈ ഇമേജ് എനിക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടൻറ്റിൽ എഡിറ്റ് ചെയ്ത് കയറ്റുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ മേ ബി ഫ്യൂച്ചറിൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നേക്കാം ആ കണ്ടൻറ്റിന് മാത്രം. സോ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാത്ത ഇമേജ് എങ്ങനെയാണ് ഈ റിസൾട്ടിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, സോ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇവിടെ ടൂൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ആ ടൂളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വന്നിരിക്കുന്ന റിസൾട്ടിനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൽ സൈസ് ഏത് സൈസാണോ വേണ്ടതെന്ന് നമുക്ക് അത് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത് ഓൾ സൈസസിലാണ് ഇപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ളത്. സോ അത് ലാർജ് വേണമെങ്കിൽ ലാർജ് ആക്കാം, മീഡിയം വേണമെങ്കിൽ മീഡിയം ആക്കാം, ഓർ ഐക്കൺ മാത്രമാണെങ്കിൽ അങ്ങനെയും ആക്കാം. ആൻഡ് ഓൾസോ കളർ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ടൈപ്പ് ആൻഡ് ടൈം എപ്പോൾ അപ്ലോഡ് ചെയ്ത ഇമേജ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പാസ്റ്റ് 24 hours ഉള്ളിൽ ഈ ലൈനിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ആ ഇമേജസ് മാത്രം ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് ആണ്. സോ അതിന് ഇവിടെ യൂസേജ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാൻ പറ്റും, ക്രിയേറ്റീവ് കോമൺ ലൈസൻസും കൊമേഴ്ഷ്യൽ ആൻഡ് അതർ ലൈസൻസും. സോ ഈ 2 ഓപ്ഷനിൽ നമ്മൾ ഏതെങ്കിലും ചൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓർ അഡ്വർടൈസിങ്, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കോണ്ടൻറ്റ് നമ്മൾ മോണിറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൊമേഴ്ഷ്യൽ ആൻഡ് അതർ ലൈസൻസ് യൂസ് ചെയ്യാം. അല്ലാന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വെറുതെ ഒരു എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്, എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് യൂസ് ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് മതി. സോ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ചൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ കുറേ ഇമേജസ് വരും. സോ ഈ കാണുന്ന ഇമേജസ് എല്ലാം നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് ഇതിൽ ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ഇമേജും കംപ്ലീറ്റ്ലി ഫ്രീ ടു യൂസ് അല്ല. മേ ബി നമുക്ക് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിനെ മെൻഷൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഒരു ലയണിൻ്റെ പിക്ചറിൻ്റെ താഴെ ഇവിടെ ലൈസൻസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ പിക്ചർ യൂസ് ചെയ്തിട്ട് നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ക്രിയേറ്ററിന് നമ്മൾ ഒരു ക്രെഡിറ്റ് നൽകണം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഇമേജ് ആണ് ഇഷ്ടമായത്, ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഇമേജ് ചൂസ് ചെയ്യാം. ആൻഡ് ഇതിൽ ആ ലൈസൻസ് ഡീറ്റെയിൽസ് കൂടുതൽ കാണാൻ പറ്റും. ലൈസൻസ് ഡീറ്റെയിലിൽ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെ ലൈസൻസ് ഡീറ്റെയിൽ ആണ് ഇതിൻ്റെ ക്രിയേറ്റർ പ്രൊവൈഡ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. സോ ഇത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ ക്രിയേറ്ററിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ നമുക്കറിയാം. സോ ലൈസൻസ് ഡീറ്റെയിലിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ സമ്മറി ഓഫ് യൂസേജ് ആൻഡ് ലൈസൻസ് ടൈപ്പ് കാണാൻ പറ്റും. ഓരോ ഇമേജസിനും ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ പ്ലാറ്റ്ഫോമിനനുസരിച്ചിട്ട്. സോ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഓൺലൈൻ അഡ്വർടൈസിങ് ആൻഡ് പ്രൊമോഷണൽ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് യൂസബിൾ ആണ്, കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. സോ നമുക്ക് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ. യു ആർ വാച്ചിങ് ടെക് കെയർ. Bye bye.